LED-കളിൽ തെളിയാത്തത്. കഥ എഴുതിയത് CP കൃഷ്ണകുമാർ. വൃദ്ധസദനത്തിലെ വലിയ ഹാളിൽ 2 ടെലിവിഷൻ സെറ്റുകളുണ്ട്. ഒന്ന് 50 ഇഞ്ചിൻ്റെ LED സ്ക്രീനും അതിനൊപ്പമുള്ള ഹോം തിയേറ്റർ സംവിധാനവും. സീരിയലുകളും സിനിമയും കാണുന്ന വൃദ്ധകളാണ് ഈ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുക. സായാഹ്നമായാൽ 30 പേരെങ്കിലും അവിടെ ഉണ്ടാകും. പ്ലാസ്റ്റിക് കസേരകൾ ഇരിക്കാൻ മാത്രമല്ല, വൃദ്ധകളായാൽ കാൽ ഉയർത്തി വയ്ക്കാനും കൂടി ആവാമെന്ന് അവരിൽ ചിലർ. നടക്കാനാവാതെ ചക്രക്കസേരയിൽ സഞ്ചരിക്കുന്നവരും ഒപ്പം കൂടും. ഇഷ്ട കഥാപാത്രങ്ങളെപ്പറ്റിയും അവർ കടന്നു പോകുന്ന അവസ്ഥകളെപ്പറ്റിയുമുള്ള ഇടവേളകളിലെ ഹ്രസ്വ ചർച്ചകൾ ആസ്വാദനത്തിന് കൊഴുപ്പ് കൂട്ടും. ചിലപ്പോഴൊക്കെ സ്ക്രീനിൽ കണ്ടതിനെ വെല്ലുന്ന വൈകാരികത അവരുടെ സംസാരത്തിൽ ഉണ്ടാകും. അതിനു നേരെ എതിർവശത്ത് ഏതാണ്ട് 100 അടി അകലത്തിൽ 32 ഇഞ്ച് വലിപ്പമുള്ള രണ്ടാമത്തെ ടെലിവിഷൻ. വാർത്തകൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ശാസ്ത്രവും ചരിത്രവുമായി ബന്ധപ്പെട്ട ചാനലുകൾ തുടങ്ങിയവ ഒക്കെയാണ് അതിൽ വയ്ക്കാറുള്ളത്. വളരെ കുറച്ചുപേർ മാത്രമേ അത് കാണാനുണ്ടാകൂ. ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാവില്ല. 2 സ്ക്രീനുകൾക്ക് മുൻപിലുള്ള കാഴ്ചക്കാരുടെ ചിന്താതലങ്ങൾ തമ്മിലും ഏറെ ദൂരം. വൈകുന്നേരങ്ങളിൽ ശകുന്തളാദേവി മറ്റുള്ളവർക്കൊപ്പം ഹാളിൽ ചെന്നിരിക്കും. മറ്റു വൃദ്ധകൾ സീരിയൽ കാണുമ്പോൾ പുസ്തകങ്ങളും പത്രവുമൊക്കെ വായിക്കും. നല്ല സിനിമയാണ് എങ്കിൽ ശ്രദ്ധ അതിലാവും. പലപ്പോഴും ചെറിയ ടെലിവിഷന് മുന്നിൽ വന്നിരുന്ന് വാർത്തകൾ കേൾക്കും, പ്രഭാഷണങ്ങൾ ആസ്വദിക്കും. ഇന്നലെ ടെലിവിഷൻ സ്ക്രീനിൽ താഴെ എഴുതി വന്ന പണ്ഡിറ്റ് സൂര്യകാന്ത് അത്യാസന്ന നിലയിൽ എന്ന വാർത്ത വായിച്ചു. കസേര വലിച്ചിട്ട് ടെലിവിഷന് തൊട്ടടുത്തിരുന്നു. പണ്ഡിറ്റ് സൂര്യകാന്തിന് ഹൃദയാഘാതം. പ്രായവും മറ്റു അസുഖങ്ങളും മൂലം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. അടുത്ത 24 മണിക്കൂർ നിർണായകമാണത്രേ. അവതാരകൻ പഞ്ഞമില്ലാതെ പ്രകീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ സൂര്യകാന്തിൻ്റെ മരണം ഏതാണ്ട് ഉറപ്പാണ് എന്ന് സ്പഷ്ടം. ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയ പുരുഷന്റെ മരണം തനിക്ക് യാതൊരു പ്രാധാന്യവും ഉള്ളതല്ല. എന്നിട്ടും ഇന്ന് വാർത്ത കാണാനിരുന്നു. തൻ്റെ ജീവിതം ക്ലേശകരമായ കാലത്ത് ഒരിക്കൽ വീടിന് തൊട്ടടുത്ത സംഗീത സഭാ മന്ദിരത്തിൽ അദ്ദേഹം പാടാനെത്തി. വലിയ തുകയ്ക്കുള്ള ടിക്കറ്റുകൾ വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ റേഷൻ ഗോതമ്പും പഞ്ചസാരയും വാങ്ങാൻ വേണ്ടത്ര പണം കൈവശമുണ്ടോ എന്ന് മാത്രമായിരുന്നു ചിന്ത. തനിക്ക് ആരുമല്ലാതായി മാറിയ ആളുമായി ബന്ധപ്പെട്ടതൊന്നും തൻ്റെ വിഷയമേ അല്ല. പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ വലിയ സദസ്സിൻ്റെ കരഘോഷങ്ങൾ കേൾക്കുമ്പോൾ താൻ ഫ്ലാറ്റിൽ 3 വിദ്യാർത്ഥികൾക്ക് മുൻപിലിരുന്ന് ഹാർമോണിയം വായിച്ച് സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സംഗീതം അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തു. ഒരുപാട് പണം, സമൂഹത്തിൽ വലിയ ആദരവ്. ലോകത്തെ വലിയ കൺസൾട്ടന്റ് ഹാളുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം പ്രതിധ്വനിച്ചു. പല രാജ്യങ്ങളിലെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഈ ഇന്ത്യൻ ഇതിഹാസ ഗായകന്റെ ആരാധകർ. ഭരണാധികാരികളും വ്യവസായ പ്രമുഖരും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരുമൊക്കെ മുൻനിരയിലെ ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് തുടങ്ങാൻ കാത്തിരുന്നു. വളർച്ചയുടെ ആദ്യ പടവുകളിൽ അനിവാര്യമായിരുന്നത് ചിലർക്ക് പിന്നീട് അപ്രസക്തമായി മാറും. അവയെ ഓർമ്മയിൽ നിന്ന് പോലും തുടച്ചു മാറ്റുന്നത് തുടർന്നുള്ള വളർച്ചയ്ക്ക് സഹായകമായെന്നും വരാം. സംഗീതത്തിലും ജീവിതത്തിലും അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ അദ്ദേഹത്തിന് ആദ്യം ഒരു പെൺകുട്ടി വേണമായിരുന്നു. ആ നിയോഗം തനിക്കായി എന്നത് യാദൃശ്ചികത മാത്രമാകാം. താൻ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നിരിക്കാം. കാടടക്കി ഭരിക്കുന്ന സിംഹത്തിൻ്റെ പല്ലിൽ ആദ്യമായി ചതഞ്ഞറിഞ്ഞ മാംസം ഏത് ആട്ടിൻകുട്ടിയുടേത് എന്നതിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. പിന്നെയും ഒരുപാട് ഇരകളെ ചവച്ചരയ്ക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചു എന്നതാണ് പ്രധാനം. തൻ്റെ അച്ഛനായിരുന്നു അയാളുടെയും ഗുരു മാത്രമായിരുന്നില്ല, നിത്യവൃത്തിക്ക് നിവർത്തിയില്ലാത്ത യുവകലാകാരൻ്റെ സംരക്ഷകൻ കൂടിയായിരുന്നു അച്ഛൻ.
ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഒരു യുവാവിനെ സംരക്ഷിച്ച വലിയ കലാകാരൻ. ഗുരുനാഥന് മുന്നിൽ ഒപ്പമിരുന്ന് സംഗീതം പഠിക്കുമ്പോൾ പലതും വഴങ്ങാതെ ആ യുവാവ് സംശയങ്ങൾ തീർക്കുവാൻ അയാളേക്കാൾ ഏറെ മെച്ചപ്പെട്ട കലാകാരിയായ തൻ്റെ അടുത്തു വന്നിരുന്നു. അയാൾ തനിക്ക് ശിഷ്യനാവുകയല്ല, തന്നെ പ്രണയദാസി ആക്കുകയാണ് ചെയ്തത്. രാധാകൃഷ്ണ പ്രണയഗീതികൾ യൗവനത്തിൻ്റെ ചോദനകൾക്കൊപ്പം ചേർന്നു. വാടക മുറിയിൽ പലർക്കുമൊപ്പം കഴിഞ്ഞിരുന്ന സൂര്യകാന്ത് വലിയൊരു മുറിയിൽ കിടന്നുറങ്ങിയത് തൻ്റെ വീട്ടിലാണ്. അച്ഛനും അമ്മയും ആദ്യം എതിർത്തു. എന്നിട്ടും ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ മകളുടെ പ്രണയം അംഗീകരിക്കാൻ തയ്യാറായി. ശകുന്തളാദേവിക്കൊപ്പമാണ് പൊതുവേദിയിൽ സൂര്യകാന്ത് എന്ന ഗായകൻ ആദ്യമായി പാട്ടുപാടിയത്. പ്രണയം മറ്റെല്ലാ മോഹങ്ങളെയും അതിജീവിച്ചു. തനിക്ക് കിട്ടിയ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. തനിക്ക് കിട്ടുമായിരുന്ന പ്രശസ്തിയും ജനപ്രിയതയും സന്തോഷത്തോടെ അദ്ദേഹത്തിന് നൽകി. അച്ഛനെയും അമ്മയെയും വിട്ട് അയാളോടൊപ്പം ഒരു ചെറിയ വാടക വീട്ടിലേക്ക് പോയപ്പോൾ അനുജൻ ഒരുപാട് കരഞ്ഞു. ആവശ്യപ്പെടാതെ തന്നെ മകൾക്കും മരുമകനുമായി ഒരു വീട് വാങ്ങി നൽകിയ അച്ഛൻ അനുജനേക്കാൾ തന്നെ സ്നേഹിച്ചിരുന്നു. സൂര്യകാന്തിൻ്റെ പ്രശസ്തി കൂടിയപ്പോൾ തൻ്റെ സംഗീതം വീടിൻ്റെ ചുവരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തി പാട്ടുകൾക്ക് കൃത്യത വരുത്തിയിരുന്ന ഭാര്യ അയാൾക്ക് ഒരു സംഗീതജ്ഞ അല്ലാതായി. സൂര്യകാന്ത് എന്ന ഭർത്താവിൻ്റെ ക്രൂരതകളെ ഒളിപ്പിച്ച് തൻ്റെ അശാന്ത മൗനം കലാകാരൻ്റെ ഹൃദയം തരളമായിരിക്കുമെന്ന വിശ്വാസം മനസ്സിൽ നിന്നും ഒഴിഞ്ഞുപോയി. പല പെൺകുട്ടികൾക്കുമൊപ്പം കിടക്ക പങ്കിട്ടിട്ട് അതൊക്കെ ഭാര്യയ്ക്ക് മുമ്പിൽ വിവരിച്ച് സന്തോഷിച്ച സൂര്യകാന്ത് എന്ന ലോകമറിയുന്ന സംഗീതജ്ഞൻ്റെ കരിവാളിച്ച മുഖം തുറന്നു കാട്ടുവാൻ ആവുമായിരുന്നു. എന്തുകൊണ്ടോ അതിന് മനസ്സ് വന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ അയാൾ വന്നു. ഒരുപാടായാൽ പണം മനുഷ്യത്വം അപഹരിക്കുന്ന ലഹരിയായി ചിലർക്ക് അനുഭവപ്പെടും. പിന്നെയും അധികമായാൽ അത് മനുഷ്യത്വത്തെ കൊല ചെയ്യുന്ന വിഷമായി മാറും. ജന്മനാ ആരോഗ്യ പ്രശ്നമുള്ള മകനു വേണ്ടി ഒരിക്കലും മരുന്നിനുള്ള പണം പോലും സൂര്യകാന്ത് തന്നിട്ടില്ല. മുഖത്ത് കഫവും ഉമിനീരും ഒലിപ്പിച്ചു നടക്കുന്ന അവനെ വീട് വൃത്തികേടാക്കുന്ന അശ്രീകരമെന്ന് പറഞ്ഞ് അകറ്റി നിർത്തി. ആ മകൻ മൂലമാണത്രേ സൂര്യകാന്ത് വീട് വിട്ടുപോയത്. യുക്തിയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ മുൻകൂട്ടി പറഞ്ഞ ദുർബലമായ കാരണം. അച്ഛന് അറപ്പുണ്ടാക്കിയതൊക്കെ അമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യം കൂട്ടുകയാണ് ചെയ്തത്. അവനെയും കൊണ്ട് എന്നും ഡോക്ടറുടെ അടുത്തു പോയി. വരുമാനം ഒന്നുമില്ല. മരുന്നിനു വേണ്ടി വീട്ടിലെ പാത്രം വരെ വിറ്റു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സൂര്യകാന്തിന് മുന്നിൽ സഹായ അഭ്യർത്ഥന. തൻ്റെ യാചന അയാൾക്ക് അവകാശവാദമായി തോന്നി. മരണത്തോട് മല്ലിടുന്ന മകൻ കരുണ അർഹിക്കുന്ന ഒരു മനുഷ്യജീവനാണെന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഔദത്യം കേട്ട് മടങ്ങി. വട്ടിപ്പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ട് മരുന്ന് വാങ്ങാം, മാറി മാറി ഡോക്ടർമാരെ വരുത്താം. പക്ഷേ ആയുസ് അതിന് വഴങ്ങില്ല. അമ്മയുടെ വാത്സല്യം മുഴുവനും നിറഞ്ഞ വായു ശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നീട്ടിക്കിട്ടിയ ആയുസ്സായിരുന്നത്രേ അവൻ്റേത്. കടം വാങ്ങിയ പണവുമായി അവന് മരുന്ന് മേടിക്കാൻ താൻ പോയപ്പോൾ ശ്വാസം അവനെ ചതിച്ചു. മൃതദേഹം കാണാൻ അവൻ്റെ അച്ഛൻ വന്നില്ല. പലിശക്കാരൻ്റെ പണപ്പിരിവുകാർ കുറേയൊക്കെ ദയ കാട്ടി. സൂര്യകാന്ത് വിട്ട ആളുകൾ കൂടുതൽ കണിശക്കാർ. മുൻ ഭാര്യ കടം വാങ്ങി അത് മടക്കി കൊടുക്കാത്തത് അയാൾക്ക് പേരുദോഷമുണ്ടാക്കുന്നു. അവർ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പലിശ സഹിതം കടം വീട്ടിയിരിക്കണമെന്ന താക്കീത് വട്ടിപ്പലിശക്കാരൻ്റേത് ആയിരുന്നില്ല. വിഖ്യാത ഗായകൻ സൂര്യകാന്തിൻ്റേതായിരുന്നു. ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. കിട്ടിയ വിലയ്ക്ക് വീട് വിറ്റ് കടം വീട്ടി. മിച്ചം വന്ന പണം കൊണ്ട് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വാങ്ങിയ ചെറിയ വീട്ടിലേക്ക് താമസം മാറി. താൻ ആരെന്നറിയാത്ത അയൽവാസികളിൽ പലരും സൂര്യകാന്ത് എന്ന വലിയ സംഗീതജ്ഞൻ്റെ ആരാധകർ. താൻ ആൾമാറാട്ടം നടത്തുകയായിരുന്നില്ല, പക്ഷേ ആരെന്ന് തുറന്നു പറയാൻ ഭയപ്പെട്ടു. പണ്ഡിറ്റ് സൂര്യകാന്തിന് വിദേശിയായ പുതിയ ഭാര്യ കൂട്ടായി. ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ച മറ്റു പല ബന്ധങ്ങളും അയാളുടെ ജനപ്രീതിക്ക് കൂടുതൽ സഹായമുള്ളതാക്കി മാറ്റുവാൻ അയാളുടെ ബുദ്ധിക്ക് സാധിച്ചു. തൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ.
അച്ഛനും അമ്മയും മരിച്ചു. അനുജൻ വിദേശ രാജ്യത്ത് പോയി. സ്നേഹം കൂടുതലായതുകൊണ്ടാണ് അവനുമായുള്ള ബന്ധം മറ്റുപോയത്. ഒരിക്കലും പരസ്പരം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവനോട് പിരിയുമ്പോൾ ശബ്ദത്തിൽ ക്രോധവും ഉള്ളിൽ കണ്ണീരുമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ താളപ്പിഴകൾ പിന്നീട് അവനെ അസ്വസ്ഥനാക്കി കാണില്ല. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ആര് എന്ന് കൂടുതലായി അറിയാൻ പലരും ശ്രമിച്ചു. പാട്ട് പഠിപ്പിച്ച് വരുമാനമുണ്ടാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധു സ്ത്രീ എന്നു മാത്രമായിരുന്നു തൻ്റെ പ്രതികരണം. പണ്ഡിതയോ പാരമ്പര്യമുള്ളതോ ആയ ഒരു പാട്ടുകാരിയല്ല താൻ എന്ന് പറഞ്ഞപ്പോൾ പലരും അവരുടെ കുട്ടികളെ തൻ്റെ ഒപ്പം പഠിക്കാൻ വിട്ടില്ല. വന്നവരിൽ ചിലർ കുട്ടികളുടെ ഫീസ് കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ ശരീരത്തിനും മുഖത്തിനും ഉണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ തന്നെ സാധു സംഗീത അധ്യാപിക എന്നു മാത്രം വിളിപ്പിക്കാൻ യോജിച്ചതാണ്. ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ആർക്കും തിരിച്ചറിയാൻ ആവാത്ത പുതിയ രൂപം. വീണ്ടും ഒരിക്കൽ കൂടി ആളുകൾക്ക് മുന്നിൽ സംഗീത സദസ്സ് നടത്താനോ പ്രശസ്തി നേടാനോ താനില്ല. ചുറ്റുപാടുമുള്ള കുറച്ച് വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിക്കുന്ന പാട്ടധ്യാപികയായി സ്വയം ഒതുങ്ങി. പണ്ഡിറ്റ് സൂര്യകാന്ത് ഒരുപാട് പ്രശസ്തിയിലേക്ക് വളർന്നതും ദേശീയ ബഹുമതികൾ കൊണ്ട് ആദരിക്കപ്പെട്ടതും ഒന്നും തനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ള വാർത്തകളായില്ല. ഗോസിപ്പ് കോളങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും ഏതൊക്കെയോ സ്ത്രീയുടെയും ചിത്രങ്ങൾ വന്നതും ശ്രദ്ധിച്ചിട്ടില്ല. തനിക്ക് കാലം ഒരു മഹാവൈദ്യനാണ്, മറവി പ്രിയപ്പെട്ട കൂട്ടുകാരിയും. പണ്ഡിറ്റ് സൂര്യകാന്ത് മനസ്സിൽ നിന്നും പടിയിറങ്ങി. അദ്ദേഹത്തോടുള്ള പ്രണയമോ പിന്നെ ഉണ്ടായ ഭയമോ മനസ്സിൽ ഒന്നും ശേഷിപ്പിക്കാതെ ഒഴിഞ്ഞുപോയി. ശ്രുതിയും താളവും ചേർത്ത് വയ്ക്കുന്ന കണക്കുകൾക്കൊപ്പം പലവ്യഞ്ജനത്തിൻ്റെയും പച്ചക്കറിയുടെയും കണക്കുകൂട്ടലുകൾ കൂടി ചേർന്ന ദിവസങ്ങൾ. വയസ്സ് 62. ആരോഗ്യം വളരെ മോശം. ഒറ്റയ്ക്ക് താമസം സാധ്യമല്ല. വൃദ്ധസദനത്തിലേക്ക് ആരൊക്കെയോ ചേർന്ന് കൊണ്ടുവന്നു. ബന്ധുക്കളായി ആരുമില്ല. വീട് വിറ്റ് പണം ബാങ്കിലിട്ടത്, അതിനുശേഷം താൻ മിച്ചം വെച്ചു പോകുന്ന ഇത്തിരി സമ്പത്തിന് അവകാശി ഈ വൃദ്ധസദനമാണ് എന്നെഴുതിയ ഔസ്യത്ത് അവർ പോലും കണ്ടിട്ടില്ല. പിന്നെയും പല വർഷങ്ങൾ അനാരോഗ്യം, ചികിത്സ. ഇപ്പോഴും വൃദ്ധസദനത്തിൽ. ഒപ്പമുണ്ടായിരുന്ന പലരും മരിച്ചു. ചിലരുടെയൊക്കെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുത്ത് സംസാരിക്കുവാൻ കൂടെ കൊണ്ടുപോയി. മറ്റു ചില ശവസംസ്കാരങ്ങൾ നടത്തിയത് വൃദ്ധസദനക്കാർ തന്നെ. പുതിയതായി എത്തുന്ന വൃദ്ധകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. താൻ മിച്ചം വെച്ച് പോകുന്ന ഇത്തിരി സമ്പത്തിന് അവകാശി ഈ വൃദ്ധസദനമാണ് എന്നെഴുതിയ ഔസ്യത്ത് അവർ പോലും കണ്ടിട്ടില്ല. പിന്നെയും പല വർഷങ്ങൾ അനാരോഗ്യം, ചികിത്സ. ഇപ്പോഴും വൃദ്ധസദനത്തിൽ. ഒപ്പമുണ്ടായിരുന്ന പലരും മരിച്ചു. ചിലരുടെയൊക്കെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുത്തു സംസ്കരിക്കാൻ കൊണ്ടുപോയി. മറ്റു ചില ശവസംസ്കാരങ്ങൾ നടത്തിയത് വൃദ്ധസദനക്കാർ തന്നെ. പുതിയതായി എത്തുന്ന വൃദ്ധകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. മുറികൾ പങ്കിട്ടും വേദനകൾ പരസ്പരം പറഞ്ഞും ഏകാന്തത അകറ്റുന്ന വൃദ്ധകൾ. സായാഹ്നങ്ങളിൽ ടെലിവിഷനുകൾക്ക് മുന്നിലുള്ള കൂട്ടായ്മ. പേരുകൾക്കും ബന്ധങ്ങൾക്കും ഇന്നലെകളിലെ സ്ഥാനമാനങ്ങൾക്കും വിലയില്ലാതായി എന്ന് തിരിച്ചറിയുന്നവർ. അവരിൽ ഒരാളായി ശകുന്തള ദേവി എന്ന ഈ താനും. പണ്ഡിറ്റ് സൂര്യകാന്ത് മരിച്ചു. സംഗീത ലോകത്തെ കുലപതിയുടെ കലാസബരിയെയാണ് ടെലിവിഷന് കുറെ നേരമായി കാണിക്കുന്നത്. നഷ്ടബോധമോ ആഴമുള്ള വേദനയോ ഉണ്ടാക്കുന്നില്ല. എങ്കിലും മനസ്സിലൂടെ വീശുന്ന നൊമ്പരക്കാറ്റിനെ തടയാൻ തനിക്ക് ആവുന്നില്ല. കാലവും മറവിയും അല്പനേരത്തേക്ക് കൂട്ടുപേക്ഷിച്ചു. കലാഹൃദയങ്ങൾ തരളമാണ് എന്ന് ആവർത്തിച്ചു പറയുന്ന തന്നിലെ കൗമാര്യം, താനെന്ന വൃദ്ധയെ തോൽപ്പിച്ച ഇത്തിരി നിമിഷങ്ങൾ. കണ്ണുകൾക്ക് മുമ്പിലെ ചലിക്കുന്ന ദൃശ്യങ്ങൾക്കപ്പുറം എന്നേ തമസ്കരിക്കപ്പെട്ട ചില ഓർമ്മചിത്രങ്ങൾ നിറം മങ്ങി തെളിഞ്ഞു. എതിർവശത്തെ ടെലിവിഷനിൽ മഹാഭാരതം സീരിയലിനിടയ്ക്കുള്ള പരസ്യമായതിനാൽ ചില വൃദ്ധകൾ വെള്ളം കുടിക്കാനും മൂത്രമൊഴിക്കാനും ഒക്കെയായി എഴുന്നേറ്റ് നടന്നു. എന്താ ചേച്ചി, പ്രധാന വാർത്ത വല്ലതുമാണോ ശ്രദ്ധിച്ചു കാണുന്നത്? കാലം എന്ന മഹാവേദ്യനും മറവി എന്ന കൂട്ടുകാരിയും വീണ്ടും ഒപ്പമെത്തി. കൊള്ളാവുന്ന വാർത്ത ഒന്നുമില്ല. ഏതോ ഒരു പാട്ടുകാരൻ ചത്തുപോയത്രേ. കുറെ നേരമായിട്ട് അത് മാത്രമാണ് കാണിക്കുന്നത്. ശകുന്തള ദേവി എഴുന്നേറ്റു. ചൂടുള്ള ചുക്കുവെള്ളം കുടിക്കാൻ മറ്റുള്ള വൃദ്ധകൾക്കൊപ്പം നടന്നു നീങ്ങി.